ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു മിക്സഡ് തോരനാണ്. മിക്സഡ് തോരൻ്റെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ മിക്സഡ് തോരൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം നമ്മൾ ക്യാബേജ് തോരൻ, ബീൻസ് തോരൻ, ക്യാരറ്റ് തോരൻ, അങ്ങനെ നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്. ലഞ്ചിനും നമ്മൾ ചോറിൻ്റെ കൂടെ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ എല്ലാവരും ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ തോരൻ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ തോരൻ വെക്കുന്ന വെജിറ്റബിൾസ് തന്നെ 2-3 വെജിറ്റബിൾസ് എടുത്ത് ഒറ്റ തോരനാക്കിയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്താ, വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു തോരൻ ഉണ്ടാക്കുന്നത് തന്നെ 3 വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാൻ, ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ എടുക്കാം. നിങ്ങൾ സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യണ പാൻ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പാൻ ഇതിപ്പോൾ ഓരോ വലിപ്പം അനുസരിച്ച് നമുക്ക് എന്തോരം നമ്മൾ തോരൻ ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ടോ വെജിറ്റബിൾസ്, അതിന് വലിപ്പം അനുസരിച്ച് നമ്മൾ പാൻ എടുക്കുക. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അധികം ഒഴിക്കേണ്ട, നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്ന് വാട്ടി കിട്ടാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. കൂടുതൽ വെജിറ്റബിൾസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിക്കാം. എനിക്കധികം ഓയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആദ്യം നമ്മൾ കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുത്താൽ മതി. ഇനി കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഓരോ വെജിറ്റബിൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മളിവിടെ ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ ഹാഫ് പീസ് കട്ട് ചെയ്തിട്ട്, ചെറുതല്ല, ഒരു മീഡിയം സൈസ് സവാളയുടെ ഹാഫ് പീസ് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന സവാളയാണ് നമ്മൾ ആദ്യം ഇട്ടത്. ഇനി നമുക്കതിലേക്ക് 2 വെളുത്തുള്ളി രണ്ടായിട്ട് 2-3 കഷ്ണങ്ങളാക്കി 2-3 വെളുത്തുള്ളി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വളരെ നല്ലതാണ്. നമ്മുടെ ഗ്യാസ് ട്രബിളിനും ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് ഗ്രീൻ ചില്ലീസ് ഇടാം. ഗ്രീൻ ചില്ലീസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ചിട്ടാൽ മതി കേട്ടോ. അതായത് ചിലവർക്ക് എരിവ് കൂടുതൽ വേണം തോരൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവാണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2-3 കറിവേപ്പില, നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ സവാള അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിടാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടും. അപ്പോൾ ഉപ്പിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്, പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു വാടിക്കിട്ടാനായിട്ട് ഉപ്പിടുന്നത് സഹായിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കാം, കാര്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നിർത്താതെ ഇളക്കി കൊടുക്കാം, കാര്യം കുറച്ചെങ്കിലും കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ നമുക്ക് ഒട്ടും കരിയാതെ തന്നെ നമ്മളെ ഒന്ന് വാട്ടി കിട്ടിയാൽ മതി ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇത് അത്യാവശ്യം വാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. ഇത് ചിലവർ തേങ്ങയും മിക്സിയിലിട്ടൊക്കെ അടിച്ചിടും. പക്ഷെ നമുക്ക് തേങ്ങ ഒരു എണ്ണയിൽ മൂത്ത് കിട്ടുന്ന ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് ആവശ്യമാണ് ഈ തോരന്. അതുകൊണ്ട് നമ്മൾ തേങ്ങ ചിരവിയത് അങ്ങനെ തന്നെ നമ്മൾ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുകയാണ്. കാര്യം തേങ്ങ എണ്ണയിൽ നമുക്ക് വേറെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാം, നമുക്ക് തേങ്ങ ഇങ്ങനെ എണ്ണയിലിട്ട് മൊരിച്ചെടുത്തിട്ട് ഇടുമ്പോൾ ഉള്ളൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്നും വേറെ തന്നെയാണ്. അപ്പം നമ്മൾ തേങ്ങ ഇട്ടു. ഇനി തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൊരിയണം കേട്ടോ. നമുക്ക് നിർത്താതെ ഇളക്കി കൊടുത്ത് തേങ്ങ നന്നായിട്ട് മൊരിച്ചെടുക്കണം. കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് മൂടിയിട്ടൊക്കെ കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പെട്ടെന്നാവാനായിട്ട്. തേങ്ങ കരിഞ്ഞു പോകരുത്, അതാണ് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞത്. തേങ്ങ കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, വേപ്പില ഇട്ടു. പിന്നെ അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ചിരകിയതിട്ടു. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികളിടാം. ആദ്യം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച്, തോരൻ്റെ അളവിനനുസരിച്ച് ഇടുക. നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത്. സാധാരണ ചില്ലി പൗഡറാണെങ്കിലും എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നമ്മളിവിടെ പൊത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ
ഈ ടൈമിൽ നമ്മുടെ തേങ്ങയിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവണം, നല്ല സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് ഈ 3 വെജിറ്റബിൾസ് ഇടാൻ പറ്റുള്ളൂ. ഈ 3 വെജിറ്റബിൾസാണ് നമ്മളിവിടെ തോരൻ വയ്ക്കാൻ എടുക്കുന്നത്. ക്യാബേജ്, ക്യാരറ്റ് ആൻഡ് ബീൻസ്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് തോരൻ ഉണ്ടാക്കുന്ന 3 വെജിറ്റബിൾസാണ്. നമുക്ക് ഒരുമിച്ചിടാം. ആദ്യം നമുക്ക് ബീൻസ് ഇടാം. ബീൻസാണ് കേട്ടോ നമ്മൾ ആദ്യം ഇടുന്നത്. നമുക്ക് ആദ്യം വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം. ക്യാബേജ് ആദ്യം ഇടാതിരിക്കാം. ഓരോ വെജിറ്റബിൾസായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓരോ വെജിറ്റബിൾസായിട്ട് എല്ലാം കൂടി ജസ്റ്റ് കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഓരോ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ തേങ്ങ മഞ്ഞപ്പൊടിയുടെയും ആ സവാളയുടെയൊക്കെ കൂടെ ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനാണ് കേട്ടോ നമ്മൾ നേരത്തെ മൂടി വെച്ചിരുന്നത്. ഇനി നമുക്കടുത്ത് ക്യാരറ്റ് ഇടാം. ബീൻസും അത്യാവശ്യം മസാല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ തേങ്ങയുടെ ആ അരപ്പൊന്നും പറയാൻ പറ്റില്ല അല്ലേ, തേങ്ങ ചിരകിയത് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ച് വെച്ചില്ല അതിലേക്ക്. ഇപ്പം നമ്മൾ ബീൻസും ക്യാരറ്റും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാബേജ് കൂടി ഇടാം. ക്യാബേജ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇട്ടാൽ മതി. നമുക്ക് ക്യാബേജും കൂടി ഇടാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല കളർഫുൾ തോരനായിട്ടുണ്ട്. എല്ലാം വെറൈറ്റി കളേഴ്സ് അല്ലേ നമ്മളെടുത്ത. ഓറഞ്ച് ക്യാരറ്റ്, ഗ്രീൻ ബീൻസ് ആൻഡ് വൈറ്റ് ക്യാബേജ്. അത് ഞാൻ സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തത്. അതുകൊണ്ടാണ് 3 തോരൻ എടുക്കണം, 3 ടൈപ്പ് വെജിറ്റബിൾസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ രീതിയിലാക്കി വെച്ചേക്കുവാണ്. ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോരും. നന്നായിട്ട് വെജിറ്റബിൾസിൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ടൈമിലൊക്കെ കുക്ക് ചെയ്തെടുക്കുക. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം എപ്പോഴും. കൂടുതൽ ഇളക്കുകയും വേണ്ട. നമുക്ക് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്ത് തുറന്ന് ചെയ്താൽ മതി. നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിയാം. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ടാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാം തോരൻ. അപ്പോൾ നമ്മുടെ കളർഫുൾ തോരൻ ഇവിടെ ഒരു 90% റെഡി ആയിട്ടുണ്ട്. ലഞ്ചിനൊക്കെ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ബീട്രൂട്ടൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ്, ബീട്രൂട്ട് എത്ര കുറച്ച് ചേർത്താലും തോരൻ്റെ ഇടയ്ക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇത്തിരി മുന്നിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് എടുക്കാൻ. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ടേസ്റ്റ് പോലെയാണ്. നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ആൻഡ് ബീൻസും എടുക്കാൻ കാര്യം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ കുത്തി നിൽക്കാത്തത് കൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ മിക്സഡ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. നമ്മൾ മിക്സഡ് തോരൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പ്രത്യേകിച്ച് കൂടുതൽ സമയമോ കൂടുതൽ സാധനങ്ങളോ വേണ്ട. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കണ തോരൻ്റെ കൂടെ തോരൻ പോലെ തന്നെ 2-3 വെജിറ്റബിൾസ് കൂട്ടിയിട്ടുള്ള തോരൻ. നമ്മൾ സാധാരണ ക്യാബേജ് തോരൻ ആൻഡ് ബീൻസ് തോരൻ, ക്യാരറ്റ് തോരൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അതേ ബാക്കി വെജിറ്റബിൾസ് ഒഴിച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 3 വെജിറ്റബിൾസും കൂടി ഇടുന്നു. അത്രേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ചേർക്കാൻ വേണമെങ്കിൽ നമുക്ക് എഗ്ഗ് ചേർക്കാം. എഗ്ഗ് ആഡ് ചെയ്യാം. ഇതിൽ എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ട് മുട്ട നമ്മൾ ചിക്കി വറക്കില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിടക്കും. കൂടുതലും ബീട്രൂട്ട് തോരൻ നമ്മൾ വെക്കുമെങ്കിൽ ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് നമ്മൾ ചേർക്കാതിരിക്കുകയാണ് നല്ലത്. കാര്യം കളറിൻ്റെ ഒരു കളർ ചേഞ്ചും ഈ കളറിൽ നമുക്ക് കിട്ടാമില്ല. അതുമാത്രമല്ല ബീട്രൂട്ട് ഇത്തിരി ചേർത്താലും നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ക്യാബേജിൻ്റെ, ക്യാരറ്റിൻ്റെ, ബീൻസിൻ്റെ എല്ലാം ടേസ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ബീട്രൂട്ട് നമ്മളിതിൽ കുറച്ച് ചേർത്താലും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും കൂടുതൽ നിൽക്കുക. ബീട്രൂട്ടായിരിക്കും കാണാനും ടേസ്റ്റിനും എല്ലാം എടുത്ത് നിൽക്കൽ ബീട്രൂട്ടായിരിക്കും. അതാണ് ഞാനിവിടെ ബീട്രൂട്ട് ചേർക്കാൻ. ബീട്രൂട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ബീട്രൂട്ട് ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന വെജിറ്റബിൾസിനേക്കാളും ബീട്രൂട്ട് നല്ല ബെനിഫിറ്റ്സ് ഉള്ള വെജിറ്റബിൾ ആയതുകൊണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം ഈ തോരൻ്റെ കൂടെ. പിന്നെ എഗ്ഗും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഇതിൽ ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒഴിവാക്കിയിട്ട് സാധാരണ ചില്ലി പൗഡറോ അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാതിരിക്കുകയോ ചെയ്യാം. കാര്യം നമ്മളിവിടെ പച്ചമുളക് അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ടല്ലോ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ മിക്സഡ് തോരൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.